ചെയിൻ സർവേയിലെ ഏരിയ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാനാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോണത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രാക്ടിക്കൽ എക്സസൈസിൻ്റെ ഒരു ഫോട്ടോ ആണിത്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിട്ടണ പ്ലോട്ടിനെ ഒരു 2 പോയിൻ്റ് പെഗ് അടിച്ച് മാർക്ക് ചെയ്ത് വെക്കണം. അത് മാക്സിമം ആ ഒരു ഡിസ്റ്റൻസ് മാക്സിമം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ പോയിൻ്റ്. അപ്പോൾ AD എന്ന് പേര് കൊടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഈ AD റെഫറൻസ് ലൈൻ വെച്ചിട്ടായിരിക്കും ഈ ഒരു പ്ലോട്ടിനെ ട്രയാങ്കിൾസും ട്രപ്പീസും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ നിങ്ങൾ ആദ്യം Aയിലും Bയിലും പെഗ് അടിച്ച് മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്ത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് മാർക്ക് ചെയ്ത് വെക്കണം. ഈ ABC ഈ പോയിൻ്റുകളൊക്കെ ബൗണ്ടറി പോയിൻ്റുകളാണ്. ആ ഒരു ഷേപ്പ് കറക്റ്റ് അല്ലാത്ത ഒരു പ്ലോട്ടിൻ്റെ കോർണർ പോയിൻ്റ് അല്ലെങ്കിൽ ബൗണ്ടറി പോയിൻ്റുകളാണ് ഈ പെഗ് അടിച്ച് മാർക്ക് ചെയ്ത് വെച്ചത്. ഇനി ആ മാർക്ക് ചെയ്ത പോയിൻറ്റ്സാണ് നമ്മുടെ റെഫറൻസ് ലൈനായ ചെയിൻ ലൈനിലേക്ക് ഓഫ്സെറ്റ് വെച്ച് മാർക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് തരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫീൽഡ് റിവ്യൂ ചെയ്യേണ്ടി വരും. ഇതിൽ AD എന്ന് പറഞ്ഞാൽ 100 മീറ്ററാണ് ഡിസ്റ്റൻസ് പറയുന്നത്. അപ്പോൾ AD 100 മീറ്ററിൻ്റെ ലൈൻ സ്കെയിൽ ചെയ്യണം. അപ്പോൾ സ്കെയിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1:500 ആണ്. അപ്പോൾ 1:500 സ്കെയിൽ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് 20 സെൻറ്റിമീറ്ററിലാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ 0.2 ഡിവൈഡഡ് ബൈ 100. അതിന് 1:500 ആക്കാൻ ഡിവൈഡഡ് ബൈ 0.2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനും ഡിവൈഡഡ് ബൈ 0.2 ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു ട്രയാങ്കിൾ എല്ലാം പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഈ ഒരു ബേസ് ലൈൻ ആദ്യം 20 സെൻറ്റിമീറ്ററിൽ വരച്ചു. ഇനി ബാക്കിയെല്ലാം സ്കെയിൽ ചെയ്തിട്ട് അതിൽ ഓഫ്സെറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ തന്നിരിക്കണം ക്വസ്റ്റ്യൻ. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാണെങ്കിൽ ആ മെഷർമെൻറ്റ് നോക്കിയിട്ട് കറക്റ്റ് ചെയിനേജും ഓഫ്സെറ്റും തരും. അത് നോക്കിയിട്ട് കറക്റ്റ് പ്ലോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ 4 ട്രയാങ്കിൾസ് ഉണ്ട്, 4 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ഉണ്ട്. AF-F ഇതൊരു ട്രയാങ്കിളാണ്. EE-D ഇതും ഒരു ട്രയാങ്കിളാണ്. താഴെ 2 ട്രയാങ്കിൾ ഉണ്ട്, AM-M പിന്നെ MM-D എല്ലാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഹാഫ് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതുപോലെ തന്നെ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് A+B/2 ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ AF ആണ് അതിൻ്റെ ബ്രെഡ്ത്ത്. അപ്പോൾ AF ഇൻറ്റു F ചെയ്താൽ മതി. അപ്പോൾ ഹാഫ് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇനി ട്രപ്പീസിയത്തിൻ്റെ A+B/2 ഇൻറ്റു ഹൈറ്റ്. ഈ AB എന്ന് പറയുന്നത് 2 പാരലൽ സൈഡാണ്, FF' EE'. അപ്പോൾ 35 + 30 അതുകൊണ്ട് അതിൻ്റെ ബേസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം നമ്മൾ. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ നമുക്ക് ചെയ്യാം. AF-F ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യണത്. ഈ AF-F ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി, സിമ്പിളാണ്. അതിൻ്റെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 45 മീറ്ററാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 45 ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് 35 തന്നിട്ടുണ്ട്. അപ്പോൾ 787.5 മീറ്റർ സ്ക്വയറിന് കിട്ടും. പിന്നെ അടുത്ത ട്രയാങ്കിൾ നമ്മൾ EE-D ആണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ നമ്മൾ അതിൻ്റെ ബേസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് 100 - 75 ചെയ്യുക. അപ്പോൾ 25 എന്ന് കിട്ടും. പിന്നെ അതിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 30 മീറ്ററാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 25 ഇൻറ്റു 30 ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഏരിയ കിട്ടും. ഇനി അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് AM-M ആണ്. അതും സെയിം ആയിട്ട് തന്നെ ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതിൻ്റെ ബ്രെഡ്ത്ത് 55 മീറ്ററാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു 55 ഇൻറ്റു 20 ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഏരിയ കിട്ടും 450 മീറ്റർ സ്ക്വയർ എന്ന്. അതുപോലെ തന്നെ MM-D അതും സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ എൻ്റെ ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് 45 മീറ്ററാണ്, അതിൻ്റെ ഹൈറ്റ് 20 മീറ്ററാണ്. അപ്പോൾ ഇവിടെ 4 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു.
ഫസ്റ്റത്തെ 787.5, രണ്ടാമത്തെ 375, മൂന്നാമത്തെ 550, നാലാമത്തെ 450. അപ്പോൾ ഈ ട്രയാങ്കിൾസിൻ്റെ ഏരിയ 4 ട്രയാങ്കിൾസിൻ്റെ ഏരിയ ആഡ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ട്രയാങ്കിൾസിൻ്റെ ഏരിയ എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് a+b/2 ഇൻറ്റു ഹൈറ്റ്. അതിൽ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാരലൽ സൈഡ്സാണ്. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ 35, 30. അപ്പോൾ 35 + 30 ഹൈറ്റ് കണ്ടുപിടിക്കാൻ 75 നിന്ന് 45 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 30 കിട്ടും. അപ്പോൾ 35 + 30/2 975. ഇതിൻ്റെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മുടെ ട്രയാങ്കിൾസിൻ്റെ ഏരിയയും ട്രപ്പീസിയത്തിൻ്റെ ഏരിയയും എല്ലാം ടോട്ടൽ ചെയ്ത് വയ്ക്കാം. അപ്പോൾ 3137.5 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇത് കറക്റ്റാണോ നോക്കാൻ നമ്മുടെ AutoCAD ഈ ഡ്രോയിങ് വരച്ചിട്ടുണ്ട്, സെയിം ഡ്രോയിങ്. ഈ ഡ്രോയിങ്ങിൽ റൈറ്റ് ക്ലിക്ക് എടുത്ത് പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ഏരിയ കാണും. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റാണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസ് ലൈൻ AD 100 മീറ്റർ തന്നെയാണ് ഞാൻ വരച്ചത്. കറക്റ്റ് മെഷർമെൻറ്റിലാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തത് ആദ്യം സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഓഡിയോ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റാണ്. 3237.5 മീറ്റർ സ്ക്വയർ. ഏരിയ നമ്മളെപ്പോഴും മീറ്റർ സ്ക്വയർ എന്ന് എഴുതണം. അപ്പോൾ അത്ര മീറ്റർ സ്ക്വയറാണ്. നമ്മളെ കാൽക്കുലേഷൻസ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് തിരക്കായി കാരണമാണ് പെട്ടെന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ആൻസർ തന്നെ വന്നിട്ടുണ്ട്.